ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ ബ്ലോഗിൻ്റെ 21ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പറശ്ശിനിക്കടവിലെ MVR സ്നേക്ക് പാർക്കും മൃഗശാലയും കാണാനാണ് ഇന്ന് നമ്മുടെ യാത്ര. കണ്ണൂരിൽ നിന്ന് ധർമ്മശാല വഴി പറശ്ശിനിക്കടവിലേക്ക് പോയിട്ടുള്ളവർ തീർച്ചയായും ധർമ്മശാലയ്ക്കും പറശ്ശിനിക്കടവിനുമിടയിൽ വലതുവശത്തായി ഈ സ്നേക്ക് പാർക്കിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ടാവും. 50 രൂപയാണ് പാർക്കിലേക്കുള്ള പ്രവേശന ഫീസ്. ക്യാമറയ്ക്ക് പ്രത്യേക ചാർജൊന്നുമില്ല. നമ്മുടെ പരിസരത്ത് തന്നെ ഉള്ളതും ചുരുങ്ങിയ ചെലവിൽ കാണാൻ പറ്റും എന്നുമുള്ളതുമാണ് ഈ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള സഹകാരികളിലൊരാളായ ശ്രീ MV രാഘവൻ സ്ഥാപിച്ചതാണ് ഈ പാമ്പ് വളർത്തൽ കേന്ദ്രം. കണ്ണൂർ നഗരത്തിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരത്തിലായി ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹൈവേയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചാലുടൻ നാം എത്തിച്ചേരുന്നത് അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ശേഖരത്തിലേക്കാണ്. പ്രകൃതിയിലെ ഏറ്റവും ഭംഗിയുള്ള ജീവജാലങ്ങളിൽപ്പെട്ട ഒരു കൂട്ടരാണിവർ. ഇവരിൽ നിന്ന് മാരിവില്ലാണോ, മാരിവില്ലിൽ നിന്ന് ഇവരാണോ നിറങ്ങൾ കടമെടുത്തത് എന്ന് ഒരു വേള നാം സംശയിച്ചു പോകും. അത്രയും സുന്ദരന്മാരാണ് ഇവരിൽ ചിലർ. എല്ലാവരുടെയും പേര് കൂടിനു മുമ്പിൽ വളരെ വ്യക്തമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നെട്ടർ, ഗൗരാമി, ഗോൾഡ് ഫിഷ്, കോയിക്കാർപ്പ് എന്നിങ്ങനെ പോകുന്നു പേരുകൾ. അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു കണ്ണാടി അക്വേറിയം വീട്ടിലുണ്ടെങ്കിൽ സമയം പോകാൻ വേറെ മാർഗം നോക്കേണ്ടതില്ല. അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഈ മീനുകൾക്കില്ല എന്നാണ് തോന്നുന്നത്. എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ഇവരെ തന്നെ നോക്കിയിരുന്നാൽ നാം നമ്മെ തന്നെ മറന്നുപോകും. തെക്കൻ പ്രദേശത്ത് വരാലെന്നും നമ്മുടെ നാട്ടിൽ കൈച്ചിലെന്നും വിളിക്കുന്ന മീനാണിത്. ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്നത് സ്നേക്ക് ഹെഡ് എന്നാണ്. മുഷു എന്നും മുഷി എന്നും മുഴു എന്നുമൊക്കെ വിളിക്കുന്ന കാറ്റ് ഫിഷാണ് ഈ കാണുന്നത്. ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന ഒരിനത്തെ പലയിടത്തും വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. കിട്ടുന്നതെന്തും തിന്ന് അവർ പെരുമ്പാമ്പിനെ പോലെ അങ്ങനെ വളർന്നു വരും. സ്വാഡുടൈൽ എന്ന മത്സ്യത്തിന് വാലിൻ്റെ മുകൾ ഭാഗത്തായി വാളുപോലെ ഒരു ഭാഗം കാണാം. ഇതുകൊണ്ടാണ് ഈ മീനിനെ സ്വാഡ് ഫിഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത കൂട്ടിൽ കാണുന്നത് ഷാർക്ക് വിഭാഗത്തിൽപ്പെടുന്ന മീനുകളാണ്. നല്ല വെളുത്ത നിറത്തിൽ ചുവന്ന കണ്ണുകളോടുകൂടിയ ഇവയെ കാണാൻ നല്ല ഭംഗിയാണ്. അലങ്കാര മത്സ്യ വിപണി ഇന്ന് കോടാനുകോടി വിറ്റുവരവുള്ള ഒരു വിപണന മേഖലയാണ്. തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും ഈ അലങ്കാര മത്സ്യങ്ങളെ പ്രജനനം നടത്തി വിരിയിക്കുന്ന കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. വളർന്നു വലുതായ ഒരു മത്സ്യത്തിന് അതിൻ്റെ ഭംഗിയും നിറവുമൊക്കെ അനുസരിച്ച് മോഹവിലയ്ക്കാണ് വിൽക്കുക. ആവശ്യക്കാരൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഇതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. അലങ്കാര മത്സ്യ ശേഖരത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് കണ്ടതാണ്. സയൻസ് സിറ്റിയിലെ ആ അക്വാറ്റിക് വേൾഡ് വിദേശങ്ങളിലെ ഇത്തരം സങ്കേതങ്ങളോട് കിടപിടിക്കുന്നതാണ്. കോയിക്കാർപ്പ് വിഭാഗങ്ങളിൽ ഒട്ടേറെ വെറൈറ്റികളുണ്ട്. നല്ല സൗന്ദര്യമുള്ള മീനുകളാണിവ. നമ്മുടെ കുളങ്ങളിലെയും തോടുകളിലെയും പരലിനോട് സാദൃശ്യമുണ്ട് ഇവയ്ക്ക്. ബ്ലാക്ക് ഷാർക്ക് എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളാണ് ഇവ. മത്സ്യങ്ങളെ ഇത്തരം കൂടുകളിൽ വളർത്തുമ്പോൾ നന്നായി ഓക്സിജൻ ലഭ്യത ഉറപ്പ് വരുത്തണം. അതിനായി കൂടുകളിൽ മോട്ടോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അലങ്കാര മത്സ്യങ്ങളിൽ നല്ല സൗന്ദര്യമുള്ള വിഭാഗമാണ് ഏഞ്ചൽ ഫിഷുകൾ. അലങ്കാര മത്സ്യങ്ങളുടെ ശേഖരത്തിന് ശേഷം നേരെ പോയത് ഗ്രീൻ ഇഗ്വാന എന്ന ജീവിയുടെ അടുത്തേക്കാണ്. കണ്ടാൽ വലിയ ഓന്തിനെ പോലെയുണ്ട്. അവൻ നിർനിമേഷനായി എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബ്രസീലിൻ്റെ തെക്കൻ ഭാഗങ്ങളിലും പരാഗ്വേയിലും മെക്സിക്കോയുടെ വടക്കൻ പ്രദേശങ്ങളിലുമാണ് ഇവയെ ധാരാളമായി കാണുന്നത്. ഒരു വിരുതൻ ശംഖുവിൻ്റെ കൂടിനടുത്തേക്കാണ് ഞാൻ അടുത്തതായി നടന്നെത്തിയത്.
എം മുകുന്ദൻ്റെ ന്യൂഡൽഹി എന്ന നോവലിൽ ബാങ്ക് കഴിച്ച് കിറുങ്ങിയിരിക്കുന്ന ചില ആളുകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അത്തരത്തിലാണ് ഇവൻ്റെ ഇരിപ്പ്, നമ്മുടെ സാക്ഷാൽ കാട്ടുപൂച്ച. രാത്രികാലങ്ങളിൽ മാത്രം ഇറങ്ങി നടക്കുകയും നമ്മുടെ കപ്പയും ചേമ്പുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്ന ചിലരെ പകൽ വെളിച്ചത്തിൽ നേരിട്ട് കാണാൻ സാധിച്ചു. ബാർബർ ഷാപ്പിൽ നിന്ന് തിരിച്ചെത്തിയ മക്കളോട് ചില അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മുള്ളൻ പന്നിയുടെ മുള്ളുപോലുണ്ടല്ലടാ നിൻ്റെ മുടിയെന്ന്. ഭയം തോന്നിയാൽ മുള്ള് കുടഞ്ഞുകൊണ്ട് ഇവ നമ്മെ ആക്രമിക്കും. ഇവയുടെ മുള്ള് ശരീരത്തിൽ കൊണ്ടാൽ കടുത്ത പനിയും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാഴ്ചക്ക് കുഞ്ഞനാണെങ്കിലും നല്ല അപകടകാരിയാണ്. ഇതെന്താണ് പുതുമ എന്ന മട്ടിൽ ഒരാൾ എൻ്റെ നേരെ വന്നു നിന്ന് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അടുത്ത കൂട് ഭീമനായ ഒരു ഉടുമ്പിൻ്റേതാണ്. എന്ത് കിട്ടിയാലും ഭക്ഷിക്കുന്ന ജീവികളാണ് ഉടുമ്പുകൾ. തരം കിട്ടിയാൽ പാമ്പിനെ വരെ അകത്താക്കും. ഇംഗ്ലീഷിലുള്ള പേരെല്ലാം കണ്ടാൽ ഭയങ്കര സംഭവമാണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ആള് നമ്മളെ ടോപ്പാസ് മരപ്പട്ടിയാണ്. ഈനാമ്പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്ന ചൊല്ല് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. രാത്രിയിൽ ടോർച്ചടിച്ച് പോകുമ്പോൾ നമ്മുടെ മുന്നിലൂടെ വാലും പൊക്കി പിടിച്ച് ഗമയിലങ്ങനെ നടന്നു പോകുന്നത് കാണാം ചിലപ്പോൾ. വലിയ മരപ്പൊത്തുകളിലും പനകളിലും വീടിൻ്റെ മച്ചിൻപുറങ്ങളിലുമൊക്കെയാണ് ഇവൻ്റെ വാസം. രാത്രികാലങ്ങളിൽ മാത്രമാണ് സഞ്ചാരം. വിവിധ ജീവികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചിത്രശില്പമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ പറക്കുന്ന മൂങ്ങയും മരക്കൊമ്പിൽ ആടിക്കളിക്കുന്ന കുരങ്ങന്മാരും മരത്തിൽ ചുറ്റിപ്പിടിച്ച പാമ്പും കൊക്കും അണ്ണാർക്കണ്ണനും എല്ലാവരുമുണ്ട്. അടുത്ത കമ്പിക്കൂട് കുരങ്ങന്മാരുടെ സങ്കേതമാണ്. കുട്ടികളും ചെറുപ്പക്കാരും പ്രായമായവരും പുരുഷനും സ്ത്രീയും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു പട തന്നെയുണ്ട് ഈ കൂട്ടിൽ. ഇക്കൂട്ടത്തിലെ കുട്ടികളുടെ അഭ്യാസം കാണാൻ വളരെ രസകരമാണ്. ജന്മനക്ഷത്രത്തിന് ചേരുന്ന കല്ലുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ നക്ഷത്രങ്ങൾക്ക് ചേരുന്ന മരങ്ങളെക്കുറിച്ചാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അശ്വതിക്ക് കാഞ്ഞിരവും ഭരണിക്ക് നെല്ലിയും വിശാഖത്തിന് വയങ്കതയും അനിഴത്തിന് ഇലഞ്ഞിയും അങ്ങനെ പോകുന്നു വ്യത്യസ്ത മരങ്ങൾ. അടുത്ത കൂട് എമുവിൻ്റേതാണ്. ആളുകളുടെ വരവും പോക്കും അവർ ശ്രദ്ധിക്കുന്നേയില്ല. എന്തൊക്കെയോ കൊത്തിയും പെറുക്കിയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പഴയകാല സിനിമകളിൽ പ്രമാണിമാരായ കാരണവന്മാർ വീടിൻ്റെ പൂമുഖത്ത് ഉലാത്തുന്നത് പോലെ. ഇടയ്ക്ക് രണ്ടുപേർ ചെറിയ കല്ലിൻ കഷ്ണങ്ങൾ കൊത്തി വിഴുങ്ങുന്നതായി കണ്ടു. കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചക്കിപ്പരുന്തും കൃഷ്ണപ്പരുന്തുമാണ് ഈ കൂട്ടിൽ ഉള്ളത്. ആകാശത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷികളാണ് പരുന്തുകൾ. അങ്ങനെയായിരിക്കാം പണത്തിനു മേലെ പരുന്തും പറക്കില്ല എന്ന പഴഞ്ചൊല്ല് വന്നത്. കാണുന്ന ആൾ സന്യാസിനി കൊക്കാണ്. തലയും താഴ്ത്തി ഒറ്റ ഇരിപ്പാണ്. ഫെസൻ്റ് വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ് ഇക്കാണുന്നത്. സൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങളാണ് ഈ പക്ഷികൾ. പാമ്പിൻ്റെയും മുതലകളുടെയും സങ്കേതമാണ് ഇനി കാണാനുള്ളത്. ബോർഡിലെ പേരുകൾ കണ്ടപ്പോൾ തന്നെ ചെറുതായ ഒരു വിമിഷ്ടം. ഉച്ചസമയമായതിനാൽ ഭക്ഷണവും കഴിച്ച് നല്ല വിശ്രമത്തിലാണിവർ. വെയിലൊന്ന് ആറിയിട്ട് വേണം തെക്ക് വടക്ക് 2 കവാത്ത് നടത്താൻ. അന്നാക്കോണ്ട കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പ് വർഗ്ഗങ്ങളാണ് പെരുമ്പാമ്പ് അഥവാ മലമ്പാമ്പ്. വളർത്തുമൃഗങ്ങൾക്ക് എന്നും ഭീഷണിയാണ് ഈ ഭീമൻ പാമ്പുകൾ. ചില അവസരങ്ങളിൽ മനുഷ്യനെ പോലും വിഴുങ്ങിയതായി വാർത്തകൾ വന്നിട്ടുണ്ട്. വിഷപ്പാമ്പുകളിൽ ഏറ്റവും അപകടകാരിയായ മൂർഖൻ പാമ്പുകളാണ് ഈ കൂട്ടിനകത്തുള്ളത്. അടുത്ത കൂട്ടിൽ കാണുന്നത് നാം സാധാരണയായി കാണുന്ന ഒരു വിദ്വാനാണ്. ചേരയെന്ന് നാം വിളിക്കുന്ന റാറ്റ് സ്നേക്ക്. കർഷകൻ്റെ ബന്ധു എന്നാണ് ഇവൻ അറിയപ്പെടുന്നത്. അടുത്ത കൂട്ടിൽ മരക്കൊമ്പിൽ ചുരുണ്ടുകൂടി കിടക്കുന്നതാണ് കാട്ടുപാമ്പ്.
ഇവ കൂട്ടമായിട്ടാണ് ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത്. വലിപ്പം കുറഞ്ഞ ഇഗ്വാനകളുടെ ഒരു കൂട്ടത്തെ ഇവിടെ കാണാം. നേരത്തെ കണ്ട ഗ്രീൻ ഇഗ്വാനകൾ വലിപ്പത്തിൽ ഇവരെക്കാൾ കേമന്മാരാണ്. ഓന്തുമായി ഒട്ടേറെ രൂപസാദൃശ്യമുള്ള ജീവികളാണ് ഇഗ്വാനകൾ. ഇവയുടെ നടത്തത്തിനും ചലനത്തിനുമെല്ലാം ഒരു പ്രത്യേക താളവും ഭംഗിയുമുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ മുതലകളുടെ സംസ്ഥാന സമ്മേളനമാണോ എന്ന് പോലും തോന്നിപ്പോയി. അത്രയേറെ മുതലകളുണ്ട് ഈ കൂട്ടിൽ. നിശ്ചലമായി കിടക്കുന്നത് കണ്ടാൽ ജീവനില്ല എന്ന് പോലും തോന്നിപ്പോകും. മുതല മനുഷ്യനായ സ്റ്റീവ് ഇർവിൻ്റെ ഒരു ശില്പം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കയ്യിലൊരു മുതലയും. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രെയിമാണിത്. തലക്ക് മുകളിൽ ഗർജിക്കുന്ന ഒരു സിംഹത്താനും താഴെ MVR സ്നേക്ക് പാർക്ക് പറശ്ശിനിക്കടവ് എന്ന ബോർഡും. ഒരു വലിയ പരുന്തിൻ്റെ ശില്പം ഇവിടെ ഇങ്ങനെ കാണാം. പക്ഷിരാജാവായ ജടായുവാണെന്ന് പെട്ടെന്ന് തോന്നിപ്പോയി. പാമ്പുകളുടെ രാജാവായ രാജവെമ്പാലയാണ് ഈ കാണുന്നത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഇതാണ്. പത്മാസനത്തിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു തവളച്ചാർ. തൊട്ടടുത്ത് താഴേക്ക് ചാടിയിറങ്ങാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു പുലിയുടെ അതിഗംഭീരമായ ഒരു ശില്പം. കാട്ടുകോഴി വർഗത്തിൽപ്പെട്ട ഒരു സുന്ദരിയായ പക്ഷി. 3Dയുടെ കാലമൊക്കെ പോയി. ഇവിടെ കാണുന്നത് 12Dയുടെ സിനിമാ കൊട്ടകയാണ്. ഇത്തരം പാർക്കുകളിലെല്ലായിടത്തും ഇതുപോലുള്ള പ്രദർശനശാലകൾ കാണാം. ഇവിടെയുള്ള 4 പേരിൽ ഒരാൾ എന്നെ തന്നെയാണ് നോക്കുന്നത്. സ്നേക്ക് പാർക്കിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.